എവ്രി വൺ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശാകുന്തളം എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് ആക്ടിവിറ്റി 1 നോക്കാം. ആക്ടിവിറ്റി 1, revisit the extract and identify the words of the characters which express their love of nature and complete the table given. അപ്പോൾ ഈ ആക്ടിവിറ്റിയിൽ നമുക്ക് 3 കോളം കാണാം അല്ലേ. അതിൽ ഫസ്റ്റിലെ ക്യാരക്ടറെയാണ് തന്നിരിക്കുന്നത്, അടുത്തത് അവർ പറയുന്ന ഡയലോഗും, പിന്നെ ഏത് കോണ്ടെക്സ്റ്റിലാണ് അവർ പറയുന്നത് എന്നുമാണ്. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് അവരുടെ നേച്ചറിനോടുള്ള ലവ് എക്സ്പ്രസ് ചെയ്യുന്ന ഡയലോഗ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടർ വരുന്നത് ദുഷ്യന്തനാണ്. ദുഷ്യന്തന്റെ ഏത് ഡയലോഗാണ് അവിടെ തന്നിരിക്കുന്നത്? ഹിസ് നെക്ക് ഇൻ ബ്യൂട്ടി ബെൻഡ്സ് ആസ് ബാക്ക്വേർഡ് ലുക്സ് ഹി സെൻസ്. ഇത് ദുഷ്യന്തൻ മാനിനെ പറ്റി പറയുന്ന ഡയലോഗാണ്. ദുഷ്യന്തൻ കാട്ടിലൂടെ പോകുമ്പോൾ ഒരു മാനിനെ പിന്തുടരുന്നുണ്ട്. അപ്പോഴാണ് ദുഷ്യന്തൻ ഈ ഡയലോഗ് പറയുന്നത്. അതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ദ അട്രാക്റ്റീവ് അപ്പിയറൻസ് ഓഫ് ദ ഡിയർ. ആ ഡിയറിന്റെ ബ്യൂട്ടിയെ പറ്റി അദ്ദേഹം അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഭാഗമാണ്. ഇനി നമുക്ക് കോണ്ടെക്സ്റ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിനെ പറ്റിയ ഡയലോഗാണ് കണ്ടുപിടിക്കേണ്ടത്. ദ സറൗണ്ടിങ് ഓഫ് ദ ഹെർമിറ്റേജ്. അപ്പോൾ ദുഷ്യന്തൻ ആ ഹെർമിറ്റേജിന്റെ സറൗണ്ടിങ്ങിനെ പറ്റി പറയുന്ന ഡയലോഗാണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏത് ഡയലോഗാണ് ദുഷ്യന്തൻ ആശ്രമത്തിനെ പറ്റി പറയുന്നത്? Here are rice grains dropped from the bills of parrot chicks beneath the trees, and pounding stones were sticks, a little almond oil, and trustful deer that do not run away as we draw near. ഇതൊക്കെയാണ് അവിടെ ഒരു ആശ്രമം ഉണ്ട് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ ദുഷ്യന്തൻ പറയുന്നത്. എന്തൊക്കെയാ പറയുന്നത്? അവിടെ തത്തകളുടെ ചുണ്ടിൽ നിന്ന് വീണ അരിയുടെ കണങ്ങളുണ്ട്, ആൽമണ്ട് ഓയിൽ ഉണ്ട്, ഇടിക്കുന്ന കല്ലുകളുണ്ട്, പിന്നെ നമ്മൾ അടുത്ത് പോയാലും ഓടിപ്പോവാത്ത മാനുണ്ട്. അപ്പൊ അവിടെ ഇതൊക്കെ കാണിക്കുന്നത് അവിടെ ഒരു ആശ്രമം ഉണ്ടെന്നാണ്. അപ്പൊ ഈ കോണ്ടെക്സ്റ്റിൽ പറയുന്ന ഡയലോഗാണ് ഇത്. അടുത്തത് ആരാണ്? അടുത്തത് വരുന്നത് ഹെർമിറ്റ്സ് ആണ്. ആ സന്യാസിയുടെ ഡയലോഗാണ് തന്നിരിക്കുന്നത്. ഓ കിങ്, ദിസ് ഡിയർ ബിലോങ്സ് ടു ദ ഹെർമിറ്റേജ് ആൻഡ് മസ്റ്റ് നോട്ട് ബി കിൽഡ്. സന്യാസി ദുഷ്യന്തനോട് പറയുന്ന ഡയലോഗാണ്. ഈ മാൻ ആശ്രമത്തിലുള്ളതാണ്, ഇതിനെ ഒരിക്കലും കൊല്ലരുത് എന്ന്. അപ്പൊ അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്? ദി ഡീപ് കൺസേൺ ഫോർ പ്രൊട്ടക്ടിങ് ദ ഡിയർ. ആ സന്യാസിയുടെ മാനിനെ രക്ഷിക്കണം എന്നുള്ള ഒരു കൺസേൺ ആണ് ഇത് കാണിക്കുന്നത്. അടുത്തത് ഒരു ബ്ലാങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് സന്യാസിയുടെ വേറൊരു ഡയലോഗ് അവിടെ എഴുതാം. വൈ ഷുഡ് ഹിസ് ടെൻഡർ ഫോം എക്സ്പയർ ആസ് ബ്ലോസംസ് പെറിഷ് ഇൻ ദ ഫയർ. ഏത് സമയത്താണ് ഇത് പറയുന്നത്? ദുഷ്യന്തൻ ആ മാനിനെ കൊല്ലാൻ പോകുമ്പോൾ പറയുന്നതാണ് അല്ലെ. ഒരു പൂവ് അഗ്നിയിൽ എരിയുന്നത് പോലെ എന്തിനാണ് നിങ്ങൾ ആ മാനിനെ കൊല്ലുന്നതെന്ന്. അപ്പൊ അതെങ്ങനെയാണ് വരുന്നത്? ഇറ്റ് കമ്പയർസ് ദ ജെന്റൽ ഡിയർ ടു എ ഫ്ലവർ ബീങ് ബേൺഡ് ഇൻ ഫയർ to show how the forest protect delicate innocent creatures like the young deer is easily destroyed by even a moment of violence. ഇത് കാണിക്കുന്നത് ആ ആശ്രമത്തിലെ ആളുകൾ അത്രയും സ്നേഹിക്കുന്ന ഇന്നസെന്റ് ആയിട്ടുള്ള ക്രീച്ചേഴ്സിനെ ഒരു നിമിഷത്തെ വയലൻസ് കൊണ്ട് നമുക്ക് എങ്ങനെ നശിപ്പിക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ ഇത്രയും ജെന്റിലായിട്ടുള്ള മാനിന്റെ ശരീരത്തെ ഒരു പൂവുമായിട്ടാണ് ഇവിടെ സന്യാസി കമ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്യാരക്ടർ നോക്കാം. അടുത്തത് വരുന്നത് ശകുന്തളയാണ്. ശകുന്തളയുടെ ഡയലോഗ് അവിടെ തന്നിട്ടില്ല, കോണ്ടെക്സ്റ്റ് ആണ് തന്നിട്ടുള്ളത്. ഹെർ സിസ്റ്റർലി അഫെക്ഷൻ ഫോർ ദ ട്രീസ്. മരങ്ങളുമായിട്ട് ഉള്ള ഒരു സാഹോദര്യമുണ്ട് ശകുന്തളയ്ക്ക്. അത് കാണിക്കുന്ന ഡയലോഗാണ്. അത് കാണിക്കുന്ന ഡയലോഗ് എന്താണ്? ഷീ ഈസ് മൈ സിസ്റ്റർ, വൈ ഷുഡന്റ് ഐ ഗിവ് ഹർ വാട്ടർ. ശകുന്തള അനസൂയയും പ്രിയമതയും കളിയാക്കുമ്പോൾ പറയുന്നതാണ് ആ മരം എന്റെ സഹോദരിയാണെന്ന്. അടുത്തത്, ഓ ഗേൾസ്, that mango tree is trying to tell me something with his branches that move in the wind like fingers. ആ മാവിന്റെ ചില്ലകൾ കാറ്റിലനങ്ങുമ്പോൾ വിരലുകൾ കൊണ്ട് അത് എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്നാണ് ഇവിടെ ശകുന്തള പറയുന്നത്. അപ്പൊ അതിന്റെ കോണ്ടെക്സ്റ്റ് വരുന്നത് മാംഗോ ട്രീസ് പേഴ്സോണിഫൈഡ് ടു ഷോ ദ ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ് ഓഫ് നേച്ചർ ആൻഡ് ഹ്യൂമൻസ്. മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ഹാർമോണിയസ് ആയിട്ടുള്ള ആ ഐക്യത്തെ കാണിക്കാനാണ് ഇവിടെ മാംഗോ ട്രീനെ ഒരു മനുഷ്യനെ പോലെ കമ്പയർ ചെയ്യുന്നത്. അതിന് എന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പോലെ. അടുത്തത്, ദ ഇമേജ് ഓഫ് എ യങ് ജാസ്മിൻ വൈൻ ആൻഡ് സ്ട്രോങ് മാംഗോ ട്രീ. മുല്ലവള്ളിയും മാവും തമ്മിലുള്ള ഒരു ബന്ധം കാണിക്കുന്ന ഭാഗമാണ്. അതിന്റെ ഡയലോഗ് വരുന്നത്, what a pretty pair they make. The jasmine shows her youth in her fresh flowers and the mango tree shows his strength in ripening fruit. ഇതും ശകുന്തള പറയുന്നതാണ് അല്ലെ. മാവും മുല്ലവള്ളിയും തമ്മിലുള്ള ബന്ധം കാണിക്കാനായിട്ട് പറയുന്നതാണ്. ഇവർ നല്ലൊരു പെയറാണ്. ജാസ്മിൻ അവളുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ കൊണ്ട് യുവത്വം കാണിക്കുമ്പോൾ മാവ് നല്ല മാമ്പഴം കൊണ്ടാണ് അതിന്റെ ശക്തി അല്ലെങ്കിൽ സ്ട്രെങ്ത് കാണിക്കുന്നതെന്ന്. ഇതാണ് ശകുന്തളയുടെ ഡയലോഗ്സ്. നെക്സ്റ്റ് വരുന്നത് അനസൂയയാണ്. അനസൂയയുടെ ഡയലോഗ്, It seems to me, dear, that Father Kanva cares more for the hermitage trees than he does for you. You are delicate as a jasmine blossom,
yet he tells you to fill the trenches about the trees. ഇത് അനസൂയ ശകുന്തളയോട് പറയുന്ന ഒരു ഡയലോഗാണ്. ശകുന്തളയോട് പറയാണ്, എനിക്ക് തോന്നുന്നു കന്വമുനിക്ക് നിന്നേക്കാൾ കൂടുതൽ ഈ ആശ്രമത്തിലെ മരങ്ങളെയാണ് ഇഷ്ടം. ഇത്രയും ഡെലിക്കേറ്റ് ആയ ഈ ജാസ്മിൻ ഫ്ലവറിനെ പോലെ ലോലമായ നിന്നോട് കന്വമുനി പറയാണ് ചെടികൾ നനയ്ക്കാനെന്ന്. അപ്പോൾ അത് അനസൂയ പറയുന്ന ഡയലോഗാണ്. അതിന്റെ കോണ്ടെക്സ്റ്റ് വരുന്നത് ഹെർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കൻവാസ് ലവ് ആൻഡ് ഫാദർലി കൺസേൺ ഫോർ നേച്ചർ. അപ്പോൾ അനസൂയയ്ക്ക് അറിയാം കന്വമുനിക്ക് എത്രത്തോളം ഈ പ്രകൃതിയും അല്ലെങ്കിൽ ആ ആശ്രമവും പ്രിയപ്പെട്ടതാണെന്ന്. അപ്പോൾ ആ ഒരു ഇഷ്ടമാണ് അവിടെ മനസ്സിലാക്കുന്നത്. അത് പറയാനാണ് പറയുന്നത് നിന്നേക്കാൾ കൂടുതൽ കന്വമുനിക്ക് ഇഷ്ടം ഈ ആശ്രമവും അതിലെ മരങ്ങളോടൊക്കെയാണ് എന്ന്. അടുത്തത്, O Shakuntala, here is the jasmine vine that you named Light of the Grove. She has chosen the mango tree as her husband. അത് അനസൂയ ശകുന്തളയോട് പറയുന്ന ഡയലോഗാണ്. ജാസ്മിൻ വൈൻ മാവിനെ ഹസ്ബൻഡായിട്ട് എടുത്തു എന്ന് പറയുന്നത്. ശകുന്തള ലൈറ്റ് ഓഫ് ദ ഗ്രോവ് എന്ന് പേരിട്ട ആ ജാസ്മിൻ വൈനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കളിയാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പ്ലേഫുള്ളി ഷോസ് ശകുന്തള ജാസ്മിൻ ക്രീപ്പർ entwining a mango tree, comparing it to a bride choosing her husband to gently tease Shakuntala about her own blossoming feelings for King Dushyanta. അപ്പോൾ ശകുന്തളയെ ഒന്ന് ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അനസൂയ അവിടെ പറയുന്നത്. മാവിൻ്റെയും മുല്ലവള്ളിയുടെയും ഒരു എക്സാമ്പിൾ. നെക്സ്റ്റ് വരുന്നത് പ്രിയംവദയാണ്. പ്രിയംവദയുടെ ഡയലോഗ് വരുന്നത്, Now let's sprinkle those whose flowering time is past. That will be a better deed because we shall not be working for a reward. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു ഭാഗമാണ് അല്ലേ ഇത്. പ്രിയമത പറയാണ് ബ്ലോസമേ കഴിഞ്ഞ് പൂക്കളൊക്കെ വന്നതിന് ശേഷവും നമുക്ക് വേണമെങ്കിൽ അതിന് വെള്ളം ഒഴിക്കാം. കാരണം എന്താണ്, അത് നല്ലൊരു ആക്റ്റാണ്. നമ്മളെപ്പോഴും പൂക്കൾ പ്രതീക്ഷിച്ചിട്ട് മാത്രമാവരുത് ഈ ചെടികളെ സ്നേഹിക്കുന്നതെന്ന് അല്ലേ. Reminding that watering plants that have already finished blooming is a more selfless act because they are caring for nature without expecting any reward from it. പ്രകൃതിയിൽ നിന്ന് ഒരു റിവാർഡും പ്രതീക്ഷിക്കാതെയാണ് പ്രിയമത വെള്ളം ഒഴിക്കുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോണ്ടെക്സ്റ്റ് ആണ് അവിടെ തന്നിരിക്കുന്നത്. ശകുന്തള ലുക്കിംഗ് ലൈക്ക് എ ജാസ്മിൻ വൈൻ. ശകുന്തളയെ ഒരു മുല്ലവള്ളിയെ പോലെ തോന്നുന്നു എന്ന് പ്രിയമത പറയുന്ന ഡയലോഗ് ഏതാണ്? ഐ സീ യു ദർ ഇറ്റ് ലുക്സ് ആസ് ഇഫ് എ വൈൻ വർ ക്ലിങ്ങിങ് ടു ദ മാംഗോ ട്രീ. ഒരു വൈൻ, ഒരു മുല്ലവള്ളി മാവിനേക്ക് ക്ലിങ്ങി ചെയ്ത് നിൽക്കുന്നത് പോലെയാണ് നീ ഇപ്പോൾ അവിടെ നിൽക്കുന്നത് എന്നാണ് പ്രിയമത അവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഓരോ ക്യാരക്ടേഴ്സും പറയുന്ന ഡയലോഗ്സും അതിൻ്റെ കോണ്ടെക്സ്റ്റും, അവർ എന്തർത്ഥത്തിലാണ് അല്ലെങ്കിൽ ഏത് ആശയമാണ് അവിടെ മുന്നോട്ട് വെക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയലോഗ്സ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് വേറെ ചോദ്യങ്ങൾ വന്നാലും നമുക്കിതവിടെ കോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കിതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കാം. King Dushyanta is a fearless warrior. He has many other qualities also. List instances from the play that reveal his trait of character. ഇപ്പോൾ കിങ് ദുഷ്യന്തനെ നമുക്കറിയാം വളരെ ധൈര്യമുള്ള ശക്തിശാലിയായിട്ടുള്ള ഒരു നേതാവാണ്, യോദ്ധാവാണ് കിങ് ദുഷ്യന്തൻ. അദ്ദേഹത്തിന് വേറെ പല ക്വാളിറ്റീസും ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ നാടകത്തിൽ നിന്നുള്ള ഭാഗങ്ങൾ എടുത്തിട്ട് ഓരോ ക്യാരക്ടർ ട്രെയ്റ്റ്സ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഇവിടെ തന്നിട്ടുണ്ട് ഇൻസ്റ്റൻസ് ഫ്രം ദ പ്ലേ, നാടകത്തിലെ ഭാഗം. ആൻഡ് ഈവൻ നൗ ഹിസ് നെക്സ് ഇൻ ബ്യൂട്ടി ബാൻഡ്സ്. അത് മാനിനെ പറ്റി ദുഷ്യന്തൻ പറയുന്ന ഡയലോഗാണ്. അത് അദ്ദേഹത്തിന്റെ എന്ത് ക്യാരക്ടറാണ് കാണിക്കുന്നത്? എപ്രിഷിയേറ്റ്സ് ബ്യൂട്ടി. ഈ സൗന്ദര്യത്തെ അദ്ദേഹം ആസ്വദിക്കുന്നുണ്ട് അല്ലെ മാനിന്റെ, അത് കാണിക്കാനാണ് ഈ ഡയലോഗ് ഇവിടെ തന്നിരിക്കുന്നത്. അടുത്തത് ഏതാണ്? ദ പാത്ത് ഹി ടേക്സ് ഹിസ് സ്ട്രൂഡ് വിത്ത് ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ഹാഫ് ച്യൂഡ്. എന്താ പറയുന്നത്? നമ്മൾ പോകുന്ന വഴിയിൽ പകുതി ചവച്ച പുല്ലിന്റെ ഭാഗങ്ങൾ നമുക്ക് കാണാമെന്ന് അല്ലെ. അപ്പൊ അത് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ അത്രയും ഒബ്സർവേഷനാണ്, അത്രയും കീനായിട്ട് ശ്രദ്ധയോടുകൂടി ആള് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. മാൻ പകുതി കഴിച്ച പുല്ലിന്റെ കഷ്ണങ്ങൾ നമുക്ക് അവിടെ കാണാനുണ്ട് സാധിക്കുമെന്ന്. നെക്സ്റ്റ് ഹ്യൂമിലിറ്റി കാണിക്കുന്ന ഭാഗമാണ്. അതേതായിരിക്കും? One should wear modest garments on entering a hermitage. Take these jewels and the bow. അപ്പോൾ ഒരാൾ ഒരു ആശ്രമത്തിൽ പോകുമ്പോൾ നമ്മൾ അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ളതൊന്നും ഇടരുത്. തീരെ ആഡംബരം ഇല്ലാതെ സാധാരണമായിട്ടുള്ള വസ്ത്രം ധരിച്ചിട്ട് വേണം നമ്മൾ ആശ്രമത്തിലേക്ക് പോകാൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആഭരണങ്ങളും അമ്പും വില്ലൊക്കെ മാറ്റിവെക്കുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ ഹ്യൂമിലിറ്റിയാണ് കാണിക്കുന്നത്. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വിനയം അല്ലേ. അപ്പോൾ അദ്ദേഹത്തിന്റെ വിനയം കാണിക്കാനാണ് ഈ ആഡംബരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ മാറ്റിവെച്ച് വളരെ സാധാരണക്കാരനെ പോലെ ആ ആശ്രമത്തിലേക്ക് രാജാവ് ചെല്ലുന്നത്. അടുത്തത്, ഡു യു നോട്ട് സീ why here are rice grains dropped from the bills of parrot chicks beneath the trees, and pounding stones where sticks a little almond oil, and a trustful deer that do not run away as we draw near. ഇത് ആ ആശ്രമത്തിനെ പറ്റി ആള് പറയുന്നതാണ്. നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഈ അരി കഷ്ണങ്ങൾ കാണാം, ആൽമണ്ട് ഓയിൽ കാണാം, നമ്മൾ അടുത്ത് പോയാലും ഓടിപ്പോകാത്ത മാനൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് ആണ് കാണിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് അദ്ദേഹം ഗസ് ചെയ്യാണ് ഇവിടെ ഒരു ആശ്രമം ഉണ്ട് എന്ന്. അപ്പോൾ ഈ ഇൻസ്റ്റൻസസ് ഒക്കെ കണ്ട് ഗസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ദുഷ്യന്തന്റെ ക്വാളിറ്റീസ് ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി എഴുതാം. ഏതൊക്കെയാണ് വരിക? മൈ ബോ നെവർ ഹാംസ് ദ ഇന്നസെന്റ്.
അപ്പം ദുഷ്യന്തൻ പറയാണ് എൻ്റെ ഈ അമ്പും വില്ലും ഇന്നസെന്റ് ആയ നിഷ്കളങ്കരായ ആരെയും ഹാം ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്, ആർക്കും ഒരു ദോഷം ചെയ്യില്ല എന്ന്. അത് അദ്ദേഹത്തിന്റെ സെൻസ് ഓഫ് ജസ്റ്റിസും റൈറ്റിയസ്നെസ്സും ആണ് കാണിക്കുന്നത്. നീതിമാനാണ് കിങ് ദുഷ്യന്ത എന്ന് കാണിക്കുന്ന ഭാഗമാണ് ഇത്. അടുത്തത്, ഹി സ്പീക്സ് ജെന്റ്ലി ടു ദ ഹെർമിറ്റ്സ് ആൻഡ് ഓഫേഴ്സ് ദം റെസ്പെക്ട്. ആ ആശ്രമത്തിലെ സന്യാസികളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അനുസരിക്കുന്നുണ്ട്, അമ്പും വില്ലൊക്കെ മാറ്റിവെച്ച് അവർ പറയുന്നത് അനുസരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ പൊളൈറ്റ്നെസ്സും അല്ലെങ്കിൽ റെസ്പെക്ട്ഫുൾ ബിഹേവിയർ ഒക്കെയാണ് കാണിക്കുന്നത്. മറ്റുള്ളവർ അദ്ദേഹത്തെക്കാൾ എത്ര താഴെയായാലും ബഹുമാനിക്കുന്ന ഒരു പ്രകൃതം കിങ് ദുഷ്യന്തനുണ്ട്. അപ്പൊ അതാണ് ഈ ആശ്രമത്തിലെ നിവാസികളൊക്കെ പറയുന്നത് അനുസരിക്കുന്നതിലൂടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കിങ് ദുഷ്യന്തന്റെ ക്യാരക്ടറിലെ കുറച്ച് ട്രെയ്റ്റ്സ് ആയിട്ട് വരുന്നത്. ഇനി ഇതൊക്കെ വെച്ച് നമുക്ക് ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം. King Dushyanta is a fearless and skilled warrior, yet his character shows a remarkable balance of strength and sensitivity. വളരെ ധൈര്യവാനായ ഒരു യോദ്ധാവാണ് കിങ് ദുഷ്യന്തൻ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ നമുക്കൊരു ശക്തിയും ഒരു അവബോധമൊക്കെ, എല്ലാത്തിനെ പറ്റിയുള്ളൊരു അവബോധമൊക്കെ കാണാനായിട്ട് സാധിക്കും. ഹി ഹാസ് എ കീൻ പവർ ഓഫ് ഒബ്സർവേഷൻ, നോട്ടീസിങ് ഈവൻ ദ സ്മോളസ്റ്റ് ഡീറ്റെയിൽസ് സച്ച് ആസ് ദ ഹാഫ് ച്യൂഡ് ബ്ലേഡ്സ് ഓഫ് ഗ്രാസ് ഓൺ ദ ഡിയേഴ്സ് പാത്ത്. വളരെ ചെറിയ മൈന്യൂട്ടായ കാര്യങ്ങളെ പോലും നോട്ട് ചെയ്യുന്ന അത്ര ഒബ്സർവേഷൻ സ്കിൽ ഉള്ളൊരു ക്യാരക്ടറാണ് ദുഷ്യന്തൻ. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ ചെറുതായിട്ടുള്ള ഹാഫ് ച്യൂഡ് ബ്ലേഡ്സ് ഓഫ് ഗ്രാസ്, പുല്ലുകൾ പകുതി ചവച്ചരച്ചത് വരെ അദ്ദേഹം കാണുന്നത്, അങ്ങനെ ഗസ് ചെയ്യാണ്. ഹിസ് സ്ട്രോങ് സെൻസ് ഓഫ് ജസ്റ്റിസ് ഈസ് റിവീൽഡ് വെൻ ഹി സ്റ്റേറ്റ്സ് മൈ ബോ നെവർ ഹാംസ് ദ ഇന്നസെന്റ്. അദ്ദേഹത്തിന്റെ നീതിബോധം കാണിക്കുന്ന ഒരു ഡയലോഗാണ് മൈ ബോ നെവർ ഹാംസ് ദ ഇന്നസെന്റ്. നിഷ്കളങ്കരായ ആരെയും എൻ്റെ അമ്പ് ഉപദ്രവിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഹി ഡീപ്ലി അപ്രീഷിയേറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ വിച്ച് ഷോസ് ഹിസ് ജെന്റിൽ ആൻഡ് റിഫൈൻ ടേസ്റ്റ്. അതോടൊപ്പം തന്നെ പ്രകൃതിയിലെ വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും അദ്ദേഹം സൗന്ദര്യം കണ്ടെത്തുന്നുണ്ട്. ദുഷ്യന്ത ഓൾവേസ് ബിഹേവ്സ് പൊളൈറ്റ്ലി ആൻഡ് റെസ്പെക്ട്ഫുള്ളി, എസ്പെഷ്യലി ടുവേർഡ്സ് ദ ഹെർമിറ്റ്സ് ഓഫ് ദ ഫോറസ്റ്റ്. പിന്നെ കാട്ടിലെ ആ ആശ്രമത്തിലെ സന്യാസികളോട് വളരെ ബഹുമാനത്തോടു കൂടിയും മര്യാദയോടു കൂടിയും പെരുമാറുന്ന ഒരു ക്യാരക്ടറാണ് ദുഷ്യന്തൻ്റെത്. ഹി സ്പീക്സ് ടു ദം വിത്ത് കൈൻഡ്നസ് ആൻഡ് ഓഫേഴ്സ് ദം ഓണർ, റിവീലിംഗ് ഹിസ് കൾച്ചേർഡ് മാനേഴ്സ്. അദ്ദേഹത്തെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെ ബഹുമാനിക്കുന്നുണ്ട്, അവർ പറയുന്നത് അദ്ദേഹം അനുസരിക്കുന്നുണ്ട് ദയോട് കൂടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കൾച്ചേർഡ് മാനേഴ്സ് ആണ് ഇത് കാണിക്കുന്നത്. ഹിസ് ഹ്യൂമിലിറ്റി അപ്പിയേഴ്സ് വെൻ ഹി റിമൂവ്സ് ഹിസ് ജ്വൽസ് ആൻഡ് വെപ്പൺസ് ബിഫോർ എൻറ്ററിംഗ് ദ ഹെർമിറ്റേജ്, അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് സച്ച് മോഡസ്റ്റി ഈസ് അപ്രോപ്രിയേറ്റ് ഇൻ എ സീക്രട്ട് പ്ലേസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിനയം കാണാനായിട്ട് പറ്റുന്ന ഒരു സന്ദർഭമാണ് അദ്ദേഹം ആശ്രമത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ആഭരണങ്ങളൊക്കെ മാറ്റിവെക്കുന്നത്. ഹിസ് ഇന്റലിജൻസ് ഇസ് ഓൾസോ എവിഡന്റ് വെൻ ഹി ക്വിക്ലി ഇന്റർപ്രറ്റ്സ് സൈൻസ് ഓഫ് പീസ്ഫുൾ ലൈഫ് ഇൻ ദ ഹെർമിറ്റേജ് ലൈക്ക് റൈസ് ഗ്രെയിൻസ് ഡ്രോപ്ഡ് ബൈ പാരറ്റ് ചിക്സ് ആൻഡ് ദ ട്രസ്റ്റ്ഫുൾ ബിഹേവിയർ ഓഫ് ഡിയർ. അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് കാണാൻ പറ്റുന്ന വേറൊരു സന്ദർഭമാണ് തത്തയുടെ കൊക്കുകളിൽ നിന്ന് വീണ അരിക്കഷ്ണങ്ങളൊക്കെ കണ്ട് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു ആശ്രമം ഉണ്ട് എന്നുള്ള കാര്യം. Though he is a powerful king, he adapts himself gracefully to the quiet and spiritual atmosphere of the forest. ഇപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള അത്രയും വലിയൊരു രാജാവായിട്ട് പോലും ആ ശാന്തമായ സെറീനായിട്ടുള്ള ആശ്രമത്തിന്റെ പരിസരത്തേക്ക് അദ്ദേഹം നന്നായി അഡാപ്റ്റ് ആവുന്നുണ്ട്. എല്ലായിടത്തും അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. Overall, Dushyanta is a noble and balanced character, brave yet gentle, observant, just, intelligent, respectful and humble. അപ്പോൾ എല്ലാം കൊണ്ടും എന്താണ്, വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വളരെ നോബിളാണ് അദ്ദേഹം. അതോടൊപ്പം തന്നെ ധൈര്യവാനാണ്, പക്ഷെ വളരെ ദയയുള്ള ആളാണ്. ഒബ്സർവൻ്റ് ആണ്, എല്ലാത്തിനെയും നിരീക്ഷിക്കുന്ന ഒരാളാണ്. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നീതിബോധമുള്ള ആളാണ്. ഇന്റലിജന്റ് ആണ്, റെസ്പെക്ട്ഫുൾ ആണ്. അതുപോലെ തന്നെ അദ്ദേഹം വളരെ വിനയമുള്ള ഹമ്പിൾ ആയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് കിങ് ദുഷ്യന്ത. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ ഡയലോഗ്സ് ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടിയും അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ട്രെയ്റ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കിങ്ങിന്റെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. As a part of a student exchange program, you engage in a session on theatre with a group of class 10 learners from your neighboring state. Prepare an introduction to Shaguntalam for their benefit. You may highlight the theatrical techniques, the setting, character and a sequence of events. എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് വേറെ സംസ്ഥാനത്തെ കുട്ടികളുമായിട്ട് നിങ്ങൾ ഒരു തിയേറ്റർ സെഷൻ നടത്താൻ പോവാണ്. എന്ന് വെച്ചാൽ നാടകമാണ്. തിയേറ്റർ സെഷൻ എന്ന് പറഞ്ഞാൽ നാടകമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ശാകുന്തളം എന്ന നാടകം അവതരിപ്പിക്കുന്നതിന് മുൻപ് പറയേണ്ട ഒരു ഇൻട്രൊഡക്ഷൻ ആണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, തിയേറ്ററിക്കൽ ടെക്നിക്സ്, ഈ നാടകത്തിൽ അവർ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ്, സെറ്റിംഗ് നാടകത്തിന്റെ, പിന്നെ കഥാപാത്രങ്ങൾ, ഇവന്റ്സിന്റെ ഓർഡർ എന്തൊക്കെയാണ് ഇതിൽ നടക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയേണ്ടത്.
അപ്പോൾ ഈ നാടകം മറ്റുള്ളവർക്ക് കണ്ട് മനസ്സിലാവാനായിട്ട് ജസ്റ്റ് നമുക്ക് ജനറൽ ആയിട്ട് ഈ നാടകത്തിനെ പറ്റി പറയാം. എല്ലാ ഡയലോഗ്സും അങ്ങനെയൊന്നും പറയണ്ട, ജസ്റ്റ് സെറ്റിംഗ്, ക്യാരക്ടർ, പിന്നെ എന്തൊക്കെ ഈവെന്റ്സ് ആണ് ഇതിൽ നടക്കുന്നതെന്ന് ജനറൽ ആയിട്ടൊന്ന് തുടങ്ങാം. അപ്പോൾ എങ്ങനെയാ പറയാ? ഗുഡ് മോർണിംഗ് എവ്രി വൺ. Today we are going to explore Shaguntalam, a classical Sanskrit play written by Kalidasa. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു സംസ്കൃത നാടകം, കാളിദാസൻ എഴുതിയ സംസ്കൃത നാടകമായിട്ടുള്ള ശാകുന്തളാണ് കാണാൻ പോകുന്നത്. ഇറ്റ് ഈസ് അഡ്മയർഡ് ഫോർ ഇറ്റ്സ് ബ്യൂട്ടി, ഡ്രമാറ്റിക് സ്റ്റൈൽ ആൻഡ് പോയറ്റിക് ലാംഗ്വേജ്. എന്തൊക്കെയാണ് അതിൻ്റെ സൗന്ദര്യം, ആ നാടകത്തിൻ്റെ ശൈലി, പിന്നെ വളരെ കാവ്യാത്മകമായിട്ടുള്ള ഭാഷ, ഇതൊക്കെ കൊണ്ട് വളരെയധികം ആരാധകരുള്ള ഒരു നാടകമാണ് ശാകുന്തളം. അടുത്തത് സെറ്റിംഗ് ആണ്. സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നാടകം എവിടെയാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. സെറ്റിംഗ്: ദ പ്ലേ ഈസ് മെയിൻലി സെറ്റ് ഇൻ സേജ് കൻവാസ് പീസ്ഫുൾ ഹെർമിറ്റേജ്. ഈ നാടകം നടക്കുന്നത് കൻവമുനിയുടെ ആശ്രമത്തിലാണ്. ക്യാരക്ടേഴ്സ്: കിങ് ദുഷ്യന്ത, ബ്രേവ്, നോബിൾ ആൻഡ് ഒബ്സർവന്റ്. അപ്പം ക്യാരക്ടേഴ്സും അവരുടെ ട്രേറ്റ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ശകുന്തള: ജെന്റൽ, ഇന്നസെന്റ് ആൻഡ് നേച്ചർ ലവിംഗ്. അനസൂയ ആൻഡ് പ്രിയമവദ, ഹെർ ഫ്രണ്ട്ലി കമ്പാനിയൻസ്. സേജ് കൻവ, വൈസ് ആൻഡ് കെയറിംഗ്. ഇതൊക്കെയാണ് അവിടെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അടുത്തത് നാടകത്തിൻ്റെ തിയേറ്ററിക്കൽ ടെക്നീക്സ് ആണ്. തിയേറ്റർ ടെക്നിക്സ്: എൻട്രി ആൻഡ് എക്സിറ്റ്, സ്മൂത്ത് മൂവ്മെന്റ്സ് ഓഫ് ക്യാരക്ടർ ദറ്റ് കീപ്സ് ദ സീൻ ഫ്ലോയിങ്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് ക്യാരക്ടേഴ്സിന്റെ എൻട്രിയും എക്സിറ്റും ആയിട്ട് വരുന്നത്. ഒരു ഫ്ലോയിൽ പോകുന്നത് പോലെ എല്ലാ സീൻസും മൂവ് ചെയ്യുന്നുണ്ട്. വേഴ്സ് ആൻഡ് ഡയലോഗ്. ഡയലോഗ്സ് എങ്ങനെയാണ്? മ്യൂസിക്കൽ പോയിട്രി മിക്സഡ് വിത്ത് നാച്ചുറൽ കോൺവെർസേഷൻ. ഒരു പോയറ്റിക് ലാംഗ്വേജും ഉണ്ട്, എന്നാൽ നാച്ചുറൽ കോൺവെർസേഷനും ഉണ്ട്. രണ്ടിന്റെ ഒരു ബ്ലെൻഡാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. പേഴ്സണിഫിക്കേഷൻ: elements of nature, trees, flowers, animals are given human feelings. അപ്പോൾ മരങ്ങൾക്കും പൂക്കൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഹ്യൂമൻ ക്വാളിറ്റീസും ഫീലിങ്സും കൊടുത്തിട്ടുണ്ട്. അതാണ് പേഴ്സണിഫിക്കേഷൻ. നേച്ചർ ഇമാജറി: ദ ഫോറസ്റ്റ് ആക്ട്സ് ലൈക്ക് എ ലിവിങ് ക്യാരക്ടർ റിഫ്ലക്റ്റിംഗ് ഇമോഷൻസ്. ഇപ്പോൾ പ്രകൃതി ഒരു മനുഷ്യനെ പോലെ ഒരു ലിവിങ് ക്യാരക്ടറായിട്ടാണ് ജീവിക്കുന്നത്, ഇമോഷൻസ് ഒക്കെ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. അതാണ് നേച്ചർ ഇമേജറി. സ്റ്റേജ് ഡിറക്ഷൻ: ജസ്റ്റേഴ്സ്, എക്സ്പ്രഷൻസ് ആൻഡ് ഗ്രേസ്ഫുൾ ആക്ഷൻസ് എൻഹാൻസ് ദ ഡ്രാമ. പിന്നെ സ്റ്റേജ് ഡിറക്ഷൻസ് ആയിട്ട് ആക്ഷൻസ് വരുന്നുണ്ട്, എക്സ്പ്രഷൻസ് ഉണ്ട്, ഗ്രേസ്ഫുൾ ആയിട്ടുള്ള നമ്മളുടെ ഒരു ക്ലാസിക്കൽ ഡാൻസിലെ പോലെയുള്ള എക്സ്പ്രഷൻസും മൂവ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ദാറ്റ് എൻഹാൻസസ് ടു ഡ്രാമ. അപ്പോൾ ഇതൊക്കെയാണ് തിയേറ്ററിക്കൽ ടെക്നീക്സ് ആയിട്ട് വരുന്നത്. അടുത്തത് സീക്വൻസ് ഓഫ് ഈവൻസ് ആണ്. ഈ നാടകത്തിലെ പ്രധാന സംഭവങ്ങൾ: കിങ് ദുഷ്യന്ത arrives at the hermitage during a hunt. He meets Shakuntala and her friends. The peaceful surroundings influence the king's behavior. Important events take place that connect the king and Shakuntala. The drama moves between forest life and royal life. Emotional and dramatic moments develop the story further. The play ends with harmony and resolution. അപ്പോൾ അതിൽ ഈവൻസ് മെയിൻ ആയിട്ട് വരുന്നത് രാജാവ് ആശ്രമത്തിലേക്ക് വരുന്നു, ശകുന്തളയെയും കൂട്ടുകാരികളെയും കാണുന്നുണ്ട്. പിന്നെ അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ ഫോറസ്റ്റ് ലൈഫിലും രാജാവിൻ്റെ റോയൽ ലൈഫുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ഡ്രാമ മൂവ് ചെയ്യുന്നത്. ഇതിപ്പം ശാകുന്തള എന്ന ഡ്രാമയെ മുഴുവനായിട്ടാണ് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ആക്ട് 1 മാത്രമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഡ്രാമ മുഴുവനായിട്ടാണ്. ഇമോഷണൽ ആൻഡ് ഡ്രമാറ്റിക് മൊമെന്റ്സ് ഡെവലപ്പ് ദ സ്റ്റോറി ഫർദർ. കുറച്ച് ഇമോഷണൽ ആൻഡ് ഡ്രമാറ്റിക് മൊമെന്റ്സ് ഉണ്ട്. പിന്നെ അവസാനം ഹാർമണിയിലും റെസൊല്യൂഷനിലും എല്ലാവരും സന്തോഷത്തിലാണ് ഈ ഡ്രാമ എൻഡ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഈ ഡ്രാമയിലെ മെയിൻ ആയിട്ടുള്ള ഈവൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു നാടകത്തിന് മുമ്പുള്ള ഇൻട്രൊഡക്ഷൻ എഴുതുക. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളായിട്ടുള്ള സെറ്റിംഗ്സ്, ക്യാരക്ടർ, തിയേറ്ററിക്കൽ ടെക്നീക്സ്, മേജർ ഈവൻറ്റ്സ്, ഈ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. 4th വൺ വരുന്നത് inspired by the blissful coexistence with nature displayed by the characters in the play Shaguntalam, a group of nature lovers set up an ecotourism project. അപ്പോൾ ഈ ശാകുന്തളം എന്ന നാടകത്തിലെ കഥാപാത്രങ്ങളും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം കണ്ടിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു ഇക്കോ ടൂറിസം പ്രോജക്റ്റ് നടത്തുകയാണ്. Many tourists visit the ecotourism project. Certain guidelines are to be displayed at the entrance to the site. അപ്പോൾ കുറേ ആളുകൾ അവിടെ വിസിറ്റേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ എൻട്രൻസ് ഗേറ്റിൽ നമുക്ക് കുറച്ച് റൂൾസ് ഒക്കെ എഴുതി വെക്കണം അല്ലേ, അവിടെ പാലിക്കേണ്ടതായിട്ടുള്ള ഗൈഡ് ലൈൻസ്. ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഫ്രെയിം ദ ഗൈഡ് ലൈൻസ് വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. അപ്പോൾ അവിടെ എഴുതി വെക്കേണ്ട ഗൈഡ് ലൈൻസ് ആണ് നമുക്കിനി എഴുതേണ്ടത്. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്. ഡോണ്ട് ലിറ്റർ ദ സറൗണ്ടിങ്സ്. ലിറ്റർ എന്ന് പറഞ്ഞാൽ ചപ്പുചവറുകൾ വലിച്ചെറിയരുതെന്നാണ് അർത്ഥം. ഇനി വേറെ എന്തൊക്കെ ഗൈഡ് ലൈൻസ് ആണ് നമുക്ക് എഴുതാൻ പറ്റുക? മെയിൻറ്റെയിൻ സൈലൻസ് ടു അവോയ്ഡ് ഡിസ്റ്റർബിങ് വൈൽഡ് ലൈഫ്. അപ്പോൾ കാട്ടിലെ മറ്റ് ജീവജാലങ്ങളെ ശല്യം ചെയ്യാതിരിക്കാൻ എല്ലാവരും സൈലൻസ് കീപ്പ് ചെയ്യുക. പ്രൊട്ടക്ട് പ്ലാന്റ്സ് ആൻഡ് ട്രീസ്, ഡു നോട്ട് പ്ലക്ക് ലീവ്സ് ഓർ ഫ്ലവേഴ്സ്. പിന്നെ എന്താണ്? ചെടികളൊന്നും പറിക്കരുത്, ചെടികളെയും മരങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുക.
യൂസ് ഡസ്റ്റ്ബിൻസ് ഫോർ ഓൾ വേസ്റ്റ് മെറ്റീരിയൽസ്. എല്ലാതരം വേസ്റ്റിനും നിങ്ങൾ ഡസ്റ്റ്ബിൻ യൂസ് ചെയ്യാം. ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ഗൈഡ്സ് ആൻഡ് റെസ്പെക്ട് നാച്ചുറൽ ഹാബിറ്ററ്റ്സ്. നമ്മുടെ കൂടെയുള്ള ഗൈഡിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നാച്ചുറൽ ഹാബിറ്ററ്റിനെ റെസ്പെക്ട് ചെയ്യുക. അതിന് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കരുത്. ഇതൊക്കെയാണ് അപ്പോൾ ഇക്കോ ടൂറിസം പ്രോജക്റ്റിന് ആ ഗേറ്റിന് മുമ്പിൽ നമുക്ക് വെക്കാൻ പറ്റുന്ന ഗൈഡ് ലൈൻസ്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ആക്ടിവിറ്റി വരുന്നത് ബ്ലോഗാണ്. Entries are invited for the content of a blog on your ecotourism project. Develop the content for the blog. അപ്പോൾ നമ്മളുടെ ഇക്കോ ടൂറിസം പ്രോജക്റ്റിന്റെ ബ്ലോഗിൽ എഴുതാനായിട്ടുള്ള കോണ്ടന്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്താണ് ഒരു ബ്ലോഗ് എന്ന് നോക്കാം അല്ലേ. A blog is a website or web page maintained by an individual or group. The content is usually informal and updated regularly. ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു വെബ് പേജോ ആണ്. അത് നമുക്ക് ഒരു ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പായിട്ടോ, ഇപ്പോൾ ഇക്കോ ടൂറിസം പ്രോജക്റ്റിന്റെ പോലെ ഗ്രൂപ്പായിട്ടോ ചെയ്യാം. അതിൽ നമുക്ക് ഇൻഫോർമൽ ആയിട്ടുള്ള നമ്മളുടേതായ കാര്യങ്ങൾ എഴുതുകയാണ് ചെയ്യുന്നത്. അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഡെയിലി റെഗുലർലി. നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മൾ വ്ളോഗ് കണ്ടിട്ടുണ്ട് അല്ലേ. വ്ളോഗിൽ ആളുകൾ റെഗുലർ ആയിട്ട് വീഡിയോസ് ഇടും. അത് വീഡിയോ ഫോമാറ്റിലാണ്. അപ്പോൾ ബ്ലോഗിൽ എന്ന് പറയുമ്പോൾ അത് റിട്ടൺ ഫോമാറ്റിലാണ്. അപ്പം ഇൻഫോർമൽ ആയിട്ട് നമ്മളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനോ അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയാനോ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വെബ് പേജ് ആണ് ബ്ലോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്കോ ടൂറിസം പ്രോജക്റ്റിന്റെ ബ്ലോഗിലാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ബ്ലോഗിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 4 തന്നിട്ടുണ്ട്. ആൻഡ് അട്രാക്റ്റീവ് ടെംപ്ലേറ്റ്. അത് കാണാനായിട്ട് അതിൻ്റെ ആ ഒരു പേജ് കാണാനായിട്ട് നല്ല അട്രാക്ഷൻ ഉണ്ടാവണം, നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ ആ കാണുന്നതിനെയാണ് നമ്മൾ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെംപ്ലേറ്റ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവണം. ഈസി നാവിഗേഷൻ. നമുക്ക് ഒരു പേജിൽ നിന്ന് അടുത്തയിലേക്കോ അല്ലെങ്കിൽ ഒരു ബ്ലോഗിന്റെ തന്നെ കണ്ടിന്യൂവേഷനോ അല്ലെങ്കിൽ ഇമേജസ് ഒക്കെ നോക്കാനായിട്ട് എളുപ്പം മാറ്റാനൊക്കെ പറ്റണം. അതിനെയാണ് നാവിഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് കോജൻ പ്രസന്റേഷൻ ഓഫ് ദ കോണ്ടന്റ്. കോജൻ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല തെളിവുകളോട് കൂടി നല്ല ശക്തിയായിട്ട് ഒരു അഭിപ്രായം പറയുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ അത്രയും പ്രോപ്പറായിട്ട് നമ്മൾ അത് പ്രസന്റ് ചെയ്യണം. അടുത്തത് സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ്. ഇപ്പോൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇത് വായിക്കുന്നത് അല്ലേ. അപ്പോൾ വളരെ സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ് ആയിരിക്കണം. റെഗുലർ അപ്ഡേറ്റ്സ് വേണം. നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ബ്ലോഗ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പുതിയ പുതിയ ബ്ലോഗ്സ് ഇട്ടുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് ഓഡിയൻസ് അത് വായിക്കുള്ളൂ അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബ്ലോഗിന്റെ ഫീച്ചേഴ്സ്. നമുക്കിവിടെ തന്നിട്ടുള്ള ചോദ്യം എന്താണ്? നൗ ഡിസ്കസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് ഡെവലപ്പ് ദ കോണ്ടന്റ് ഓഫ് ദ ബ്ലോഗ് ഓൺ ദ ഇക്കോ ടൂറിസം പ്രോജക്ട്. ഇപ്പോൾ നമ്മുടെ ഇക്കോ ടൂറിസം പ്രോജക്റ്റിന്റെ ബ്ലോഗിൽ നമുക്ക് എഴുതാനുള്ള കോണ്ടന്റ് ആണ് ഇവിടെ എഴുതണ്ടേ. വുഡ്ലാൻഡ് വണ്ടേഴ്സ് എന്നാണ് ടൈറ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ബ്ലോഗ് തയ്യാറാക്കാം. വുഡ്ലാൻഡ് വണ്ടേഴ്സ്. Our ecotourism project Woodland Wonders offers visitors a peaceful experience in the heart of nature. ഞങ്ങളുടെ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ആയിട്ടുള്ള വുഡ്ലാൻഡ് വണ്ടേഴ്സ് വിസിറ്റേഴ്സിന് പ്രകൃതിയുടെ ഹൃദയത്തിൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു അനുഭവമാണ് കൊടുക്കുന്നത്. The area is filled with tall trees, rare plants and colorful birds that welcome every traveler. അപ്പോൾ ഈ വഴി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്താണ്? വലിയ മരങ്ങൾ, വ്യത്യസ്തമായ ചെടികൾ, കളർഫുൾ ആയിട്ടുള്ള പക്ഷികളൊക്കെയാണ്. അത് എല്ലാ യാത്രക്കാരെയും ഇവിടെ ക്ഷണിക്കുന്നുണ്ട്. As we walk through the green pathways, we can hear the gentle sounds of flowing streams and singing birds. ഈ വഴിയിലൂടെ, ഈ പച്ചപ്പ് നിറഞ്ഞ ഈ വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് അരുവികളുടെ ശബ്ദവും അതുപോലെ തന്നെ പാട്ട് പാടുന്ന ബേർഡ്സിന്റെ പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. The cool breeze and the fresh air make the place perfect for relaxation and learning. അപ്പോൾ ഈ ശാന്തമായിട്ടുള്ള ഈ അന്തരീക്ഷവും ഈ ചെറിയ കാറ്റൊക്കെ നല്ലൊരു റിലാക്സേഷനും നമുക്ക് പഠിക്കാനായിട്ടൊക്കെ നല്ല പറ്റിയൊരു പെർഫെക്റ്റ് പ്ലേസ് ആണ്. Visitors can watch animals in their natural habitats without disturbing them. സന്ദർശകർക്ക് മൃഗങ്ങളെ അവരുടേതായ ആവാസ വ്യവസ്ഥയിൽ അവരെ ശല്യം ചെയ്യാതെ കാണാനായിട്ട് പറ്റും. സ്പെഷ്യൽ സ്പോട്സ് ഹാവ് ബീൻ ക്രിയേറ്റഡ് ഫോർ ബേർഡ് വാച്ചിങ് ആൻഡ് ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫിക്കും പക്ഷി നിരീക്ഷണത്തിനും സ്പെഷ്യൽ പ്ലേസസ് ഇവിടെയുണ്ട്, സ്പെഷ്യൽ സ്പോട്സ് ഉണ്ട്. Information boards help travelers understand the importance of protecting forests and wildlife. അതുപോലെ തന്നെ അവിടെ ഇൻഫർമേഷൻ ബോർഡ്സ് ഉണ്ട്. വൈൽഡ് ലൈഫിന്റെ പ്രാധാന്യത്തെ പറ്റി പറയുന്ന ഇൻഫർമേഷൻ ബോർഡ്സ് അവിടെയുണ്ട്. Our project encourages everyone to enjoy nature responsibly by following eco-friendly practices. അപ്പം eco-friendly practices ഒക്കെ ഫോളോ ചെയ്ത് നമ്മളുടെ ഈ സ്ഥലത്തെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. Clean resting areas and guided tours are available for people of all ages. എല്ലാ പ്രായക്കാർക്കും ക്ലീൻ റെസ്റ്റിംഗ് ഏരിയയും പിന്നെ ഗൈഡ്സും ഒക്കെ ഉണ്ടാകുന്നതാണ്. Woodland Wonders promise a refreshing and educational journey that reminds us of the beauty and value of nature. അപ്പം ഇങ്ങനെയാണ് ഈ ബ്ലോഗ് അവസാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബ്ലോഗ് എഴുതേണ്ടത്. വളരെ സിമ്പിൾ ആൻഡ് അട്രാക്റ്റീവ് ലാംഗ്വേജിലാണ് നമ്മൾ ഇത് എഴുതിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട എല്ലാ ഇൻഫർമേഷനും അതിൽ ഇൻക്ലൂഡ് കൂടി ചെയ്യണം. പിന്നെ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. Given below is the image of the mango tree embraced by the jasmine vine.
Pick the lines from the play that describe the scene, lines from the extract describing the tree and jasmine vine. അപ്പം ജാസ്മിൻ വൈൻ മാവിൽ ചുറ്റി നിൽക്കുന്ന ഇമേജാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നമ്മളുടെ നാടകത്തിൽ നിന്ന് ആ ഭാഗം കാണിക്കുന്ന ഡയലോഗ് കണ്ടുപിടിക്കണം. ഏതാണത്? O Shakuntala, here is the jasmine vine that you named Light of the Grove. She has chosen the mango tree as her husband. What a pretty pair they make. The jasmine shows her youth in her fresh flowers and the mango tree shows his strength in his ripening fruit. ഇതാണ് ഈ ഭാഗത്ത് വരുന്ന ഡയലോഗ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ആക്ടിവിറ്റി എന്താണ്? Now prepare a description of the scene in your words. നമ്മളുടേതായ ഭാഷയിൽ നമുക്ക് ഈ സീനിന് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതണം. ഈ മാംഗോ ട്രീക്കും ജാസ്മിൻ വൈനും സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇനി എഴുതുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാ പറയാം? The old mango tree rises like a guardian of the grove, its broad branches spreading in gentle strength. ആ കാടിന്റെ തന്നെ ഒരു ഗാർഡിയൻ ആയിട്ടാണ് ഈ ഓൾഡ് മാംഗോ ട്രീ നിൽക്കുന്നത്. Twining around its trunk, the jasmine vine clings with tender grace, decorating the tree with pearls of white bloom. ആ മാവിനെ ചുറ്റി ട്വൈനിങ് ചെയ്ത് ജാസ്മിൻ വൈൻ നിൽക്കുന്നുണ്ട്. വളരെ ഗ്രേസോടുകൂടി വളരെ ലോലമായിട്ടുള്ള ജാസ്മിൻ വൈൻ നിൽക്കുന്നുണ്ട്. ഡെക്കറേറ്റിംഗ് ദ ട്രീ വിത്ത് പേൾസ് ഓഫ് വൈറ്റ് ബ്ലൂം. അത് ആ മരത്തെ ഡെക്കറേറ്റ് ചെയ്യാണ്. അതിൻ്റെ മുല്ലപ്പൂക്കൾ കൊണ്ട് ഒരു പേൾ പോലെ അതിനെ ഡെക്കറേറ്റ് ചെയ്യാണ്. ദ സോഫ്റ്റ് ഫ്രാഗ്രൻസ് ഓഫ് ജാസ്മിൻ ഡ്രിഫ്റ്റ്സ് ത്രൂ ദ എയർ, ടേണിംഗ് ദ സ്പേസ് ബിനീത്ത് ദ ബ്രാഞ്ചസ് ഇൻ ടു എ നാച്ചുറൽ സാങ്ച്വറി. അവിടെ മുല്ലപ്പൂവിൻ്റെ അത്രയും നല്ല ഫ്രാഗ്രൻസ് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സൺലൈറ്റ് ഫിൽറ്റേഴ്സ് ത്രൂ ദ തിക്ക് ലീവ്സ്, സ്കാറ്ററിംഗ് ഗോൾഡൻ പാച്ചസ് ഓൺ ദ എർത്ത്. സൺലൈറ്റ് ഈ മാവിൻ്റെ തിക്ക് ലീവ്സിൻ്റെ ഇടയിലൂടെയാണ് കടന്നു വരുന്നത്. അങ്ങനെ ഈ ഭൂമിയിൽ ഗോൾഡൻ പാച്ചസ് ആണ് ഉണ്ടാക്കുന്നത്. ബീസ് ഹോവർ അറൌണ്ട് ദ ബ്ലോസംസ്, ആഡിങ് എ സോഫ്റ്റ് ഹം ടു ദ ക്വൈറ്റ് ബ്യൂട്ടി ഓഫ് ദ സീൻ. പിന്നെ അവിടെ വണ്ടുകൾ പറന്ന് നടക്കുന്നുണ്ട്. Together, the sturdy mango tree and the delicate jasmine seemed like companions sharing one life. ഒരുമിച്ച് ഈ സ്റ്റേഡി ആയിട്ടുള്ള അത്രയും ബലത്തിലുള്ള മാവും ലോലമായിട്ടുള്ള ഈ ജാസ്മിൻ വൈനും മുല്ലവള്ളിയും ഒരു വളരെ നല്ലൊരു കമ്പാനിയൻ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ദ ഹോൾ പ്ലേസ് ഗ്ലോസ് വിത്ത് എ കാം timeless charm, inviting anyone who passes to pause and breathe in its peace. അതുവഴി പോകുന്ന എല്ലാവരെയും അവിടേക്ക് അട്രാക്ട് ചെയ്യുന്ന ഒരു രണ്ടുപേരായിട്ടാണ് ഈ ജാസ്മിൻ വൈനും മാംഗോ ട്രീ നിൽക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. 6th one, you plan to make a short video based on the scenes from the play ശാകുന്തളം. അപ്പോൾ ശാകുന്തളത്തിൻ്റെ സീൻസ് വെച്ചിട്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. പ്രിപ്പയർ എ സ്റ്റോറി ബോർഡ് ഫോർ ദ വീഡിയോ. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യണം. എന്താണ് ഒരു സ്റ്റോറി ബോർഡ്? A storyboard is an outline of the shots and frames of a video. It includes a series of images that represent each shot of the story. അപ്പോൾ സ്റ്റോറി ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോയുടെ എല്ലാ ഫ്രെയിംസും കാണിക്കുന്നതാണ്. അതിൽ എല്ലാ ഫ്രെയിംസിലെയും ഇമേജസ് ആണ് ഈ സ്റ്റോറി ബോർഡിൽ ഉണ്ടാവുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഇമേജസ് എന്തൊക്കെയാണെന്നാണ് ഇതിൽ വരച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ദ ബി അറ്റാക്ക് എന്ന് പറഞ്ഞ ശാകുന്തളത്തിൻ്റെ ഭാഗത്തിൻ്റെ ഒരു സാമ്പിൾ സ്റ്റോറി ബോർഡ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സീനിൽ ശകുന്തള ബീസിനെ നോക്കി നിൽക്കുന്നത് കാണാം. പിന്നെ ബി അറ്റാക്കൊക്കെ കാണാം. അതിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് ഏത് ഷോട്ടിലാണ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് മീഡിയം ഷോട്ടാണ്. മീഡിയം ഷോട്ടിൽ രണ്ടാമത്തതും അതുപോലെ തന്നെ മീഡിയം ഷോട്ടാണ്. ലാസ്റ്റ് വരുന്നത് ക്ലോസപ്പ് ഷോട്ടാണ്. അടുത്ത് വെച്ചിട്ട് എടുക്കുന്നതാണ് ക്ലോസപ്പ് ഷോട്ട്. അപ്പോൾ ഓരോ സീനിലെയും ഡിസ്ക്രിപ്ഷൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. എ ബി എമേർജിങ് ഫ്രം ദ ജാസ്മിൻ വൈൻ ആൻഡ് ഫ്ലൈങ് ടുവേർഡ്സ് ശകുന്തള. ജാസ്മിൻ വൈനിൽ നിന്ന് ബി വന്ന് ശകുന്തളയുടെ അടുത്തേക്ക് വരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് വരുന്നത് ഇൻഡിക്കേറ്റിംഗ് ടെൻസ്ഡ് സിറ്റുവേഷൻ ബസ് ഓഫ് ദ ബി. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ടെൻസ്ഡ് സിറ്റുവേഷൻ കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് അവിടെ വരുന്നത്. അടുത്ത സീനിൽ മീഡിയം ഷോട്ട് തന്നെയാണ്. ശകുന്തള സീക്കിംഗ് ഹെൽപ്പ് ഫ്രം ഹെർ ഫ്രണ്ട്സ്, ബി ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്. ശകുന്തള ഫ്രണ്ട്സിന്റെ സഹായം തേടുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ ബി ഉണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരുന്നത് ഇൻഡിക്കേറ്റിംഗ് ടെൻഷൻ ദാറ്റ് ഈസ് മൗണ്ടിങ്. അവിടെയും ആ ടെൻഷൻ കാണിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് വരുന്നത്. ലാസ്റ്റ് സീൻ ക്ലോസപ്പ് ഷോട്ട് ആണ്. അവിടെ അനസൂയാണ് ബാക്ക് ടേൺ ടുവേർഡ്സ് ദ ക്യാമറ. അപ്പം തിരിഞ്ഞിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ആസ്കിങ് ശകുന്തള ടു കോൾ അപ്പോൺ ദുഷ്യന്ത ഫോർ ഹെൽപ്പ്. അപ്പോൾ ശകുന്തളയോട് ദുഷ്യന്തനെ സഹായത്തിന് വിളിക്കാനായിട്ട് അനസൂയ പറയുന്ന ഭാഗമാണ് മൂന്നാമത്തെ സ്റ്റോറി ആയിട്ട്, മൂന്നാമത്തെ ഇമേജ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ക്ലോസപ്പ് ഷോട്ടിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ആ സീനിൽ വരുന്ന ഇമേജസും പിന്നെ ഏത് സീനാണെന്നുള്ള ഡിസ്ക്രിപ്ഷനും പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുമാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഏത് ഷോട്ടാണ് നമ്മൾ എടുക്കുന്നത്, ലോങ് ഷോട്ടാണോ മീഡിയം ആണോ ക്ലോസപ്പ് ആണോ അതുകൂടി ഒരു സ്റ്റോറി ബോർഡിൽ നമ്മൾ എഴുതണം. ഇങ്ങനെയാണ് ഒരു സ്റ്റോറി ബോർഡ് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്?
ഫീച്ചേഴ്സ് ഓഫ് എ സ്റ്റോറി ബോർഡ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് സ്കെച്ചസ് ആണ്. സിമ്പിൾ ഡ്രോയിങ്സ് പോർട്രേയിങ് വാട്ട് ഷുഡ് അപ്പിയർ ഓൺ ദ സ്ക്രീൻ. അപ്പോൾ സ്റ്റോറി ബോർഡിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് സ്കെച്ചസ് ആണ്. നമ്മൾ അതിൽ വരയ്ക്കുന്ന ചിത്രങ്ങളാണ്. അപ്പോൾ അതിൽ കാണിക്കുന്നത് സിമ്പിൾ ഡ്രോയിങ്സ് ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ഡ്രോയിങ്സ് ആണ്. ആ സീനിൽ എന്താണോ വരുന്നത് അതാണ് ബേസിക് ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് വരയ്ക്കുന്നത്. അടുത്തത് ഫീച്ചർ എന്ന് പറയുന്നത് ക്യാപ്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആണ്. എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നമ്മൾ അവിടെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുന്നതിനെയാണ് ക്യാപ്ഷൻ എന്ന് പറയുന്നത്. ഷോർട്ട് നോട്ട്സ് ഡിസ്ക്രൈബിംഗ് ദ ആക്ഷൻ, ഡയലോഗ് ഓർ മൂവ്മെന്റ് ഇൻ ദ ഷോർട്ട്. ആ ഷോർട്ടിലെ ഡയലോഗ്സോ അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ള ഷോർട്ടായിട്ടുള്ള വളരെ ഷോർട്ടായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആണ് ക്യാപ്ഷൻസ് ഓർ ഡിസ്ക്രിപ്ഷൻസ്. നെക്സ്റ്റ് ക്യാമറ ആംഗിൾസ് ആണ്. ഇൻഫർമേഷൻ അബൌട്ട് വെദർ ഇറ്റ് ഈസ് എ ക്ലോസ് അപ്പ്, മീഡിയം ഷോട്ട് ഓർ ലോങ് ഷോട്ട്. അപ്പം ക്യാമറ അടുത്താണോ അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് വെക്കുന്ന ആ ക്യാമറയുടെ ആംഗിളിനെയാണ് ലോങ് ഷോട്ട്, മീഡിയം ഷോട്ട് അല്ലെങ്കിൽ ക്ലോസപ്പ് ഷോട്ട് എന്ന് പറയുന്നത്. അടുത്തത് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ് ആണ്. ബാക്ക്ഗ്രൗണ്ട് ഓർ സെറ്റിംഗ് ഡീറ്റെയിൽസ്. അതിൽ വരുന്നത് നോട്ട്സ് അബൌട്ട് ദ എൻവയൺമെന്റ്, ആ ചുറ്റുമുള്ള എൻവയൺമെന്റിനെ പറ്റി പറയുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓർ മൂഡ്, ഏത് മൂഡിലാണ് അല്ലെങ്കിൽ അവിടെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഏതാണ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഒരു സ്റ്റോറി ബോർഡിലുള്ളത്. ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ സീനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ വരുന്ന എന്താണെന്നുള്ള ഇമേജ്, അതാണ് സ്കെച്ചസിൽ വരുന്നത്. ആ ക്യാരക്ടർ എന്താണ് ചെയ്യുന്നതെന്നുള്ളതിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ ഡയലോഗ്സ് ആണ് ഡിസ്ക്രിപ്ഷനിൽ വരുന്നത്. പിന്നെ ക്യാമറ എങ്ങനെ വെക്കണം, ഏത് പോയിന്റ് ഓഫ് വ്യൂവിൽ വെക്കണം എന്നുള്ളതാണ് ക്യാമറ ആംഗിൾസിൽ വരുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസ്, ബാക്ക്ഗ്രൗണ്ടിലെ എൻവയൺമെന്റിനെ പറ്റിയും ആ മൂഡിനെ പറ്റിയും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ പറ്റിയൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ട് ഡീറ്റെയിൽസിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്റ്റോറി ബോർഡിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി നമ്മൾ എന്തിനാണ് ഒരു സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ഉണ്ടാക്കുമ്പോൾ അത് ആ ഡയറക്ടറിനെ കുറേ കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ, നമുക്കത് വിഷ്വലൈസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ യൂസസ് ആണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. A storyboard helps a director to visualize an idea. ഇപ്പം നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാണ്, പക്ഷെ നമുക്കൊരു ഐഡിയ ഇല്ലാതെ ജസ്റ്റ് നേരെ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല. അതിൽ എന്തൊക്കെ വേണമെന്ന് നമ്മൾ മുൻകൂട്ടി വരച്ച് തയ്യാറാക്കി വെക്കണം അല്ലേ. അപ്പോൾ ആ ഇമേജസ് ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്കത് എങ്ങനെയാണ് ഷൂട്ട് ചെയ്യേണ്ടത്, ഏത് മൂഡാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നൊക്കെ പറ്റും. അപ്പോൾ അത് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും. കമ്മ്യൂണിക്കേറ്റ് ദ ഐഡിയ ക്ലിയർലി, നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഐഡന്റിഫൈ ദ ലിമിറ്റേഷൻസ് ഓഫ് ദ സ്ക്രിപ്റ്റ് ഓർ അതർ ഇഷ്യൂസ്. ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മളുടെ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ എന്നൊക്കെ മനസ്സിലാക്കാം. പ്ലാൻ ഷോർട്സ് ആൻഡ് എൻഗേജ് ഇൻ എക്സ്പെരിമെന്റേഷൻ. അതുപോലെ തന്നെ ഏതൊക്കെ ഷോർട്സ് ആണ്, എങ്ങനെയൊക്കെ നമുക്ക് ഇതിന് വ്യത്യാസം വരുത്തി ചെയ്യാമെന്നൊക്കെ എക്സ്പെരിമെന്റ് ചെയ്യാനും മുൻകൂട്ടി തീരുമാനിച്ചു വെക്കാനായിട്ട് പറ്റും. ഇതിനൊക്കെയാണ് നമ്മൾ ഒരു സ്റ്റോറി ബോർഡ് യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താ ചോദ്യം വന്നിരിക്കുന്നത്? റീവിസിറ്റ് ദ പ്ലേ ശാകുന്തളം ആൻഡ് ഐഡന്റിഫൈ ദ സീൻസ് ടു ബി മെയ്ഡ് ഇൻ ടു ഷോർട്ട് വീഡിയോസ് ഈച്ച് ഓഫ് 2 minutes ഡ്യൂറേഷൻ. അപ്പോൾ നമ്മുടെ ശാകുന്തളം എന്ന ഡ്രാമയിൽ 2 minute വീഡിയോ ആക്കാൻ പറ്റുന്ന സീൻസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ തന്നിരിക്കുന്നത് എന്താണ്? കിങ് ദുഷ്യന്താസ് ഹണ്ട് ബീങ് സ്റ്റോപ്ഡ് ബൈ ദ ഹെർമിറ്റ്സ്. ഹെർമിറ്റ്സ് വന്നിട്ട് ദുഷ്യന്തന്റെ ആ യാത്രയെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ചാരിയറ്റിയ, ദുഷ്യന്തനും രഥസാരഥിയും തമ്മിലുള്ള കോൺവെർസേഷൻ നമുക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഏതൊക്കെയാണ്? കിങ് ദുഷ്യന്താസ് അറൈവൽ അറ്റ് ഹെർമിറ്റേജ്, കിങ് ദുഷ്യന്ത ആ ആശ്രമത്തിലേക്ക് വരുന്ന ഭാഗം നമുക്ക് വീഡിയോ ആക്കാൻ പറ്റുന്നതാണ്. ശകുന്തള ആൻഡ് ഫ്രണ്ട്സ് വാട്ടറിംഗ് ദ പ്ലാന്റ്സ്, ശകുന്തളയും കൂട്ടുകാരികളും ചെടികൾക്ക് വെള്ളം നനയ്ക്കുമ്പോൾ അവിടെ നല്ലൊരു സീനാണ്. പിന്നെ വരുന്നത് ശകുന്തള ആൻഡ് ഹെർ ഫ്രണ്ട്സ് ബീങ് അറ്റാക്ട് ബൈ ദ ബി, നമ്മളിപ്പോൾ കണ്ട സീനാണ് ബി അറ്റാക്കിന്റെ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സീൻ എടുത്തിട്ടാണ് നമുക്കിനി സ്റ്റോറി ബോർഡ് ഡെവലപ്പ് ചെയ്യേണ്ടത്. നൗ form groups and develop a storyboard for the selected scene. Your teacher will help you. Present the storyboard in class, create short videos and upload them to your school blog or to a social media platform. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു സീൻ എടുത്തിട്ട് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത പോലെ ഒരു സ്റ്റോറി ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു 2 minute ഷോർട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് ശകുന്തളയും ഫ്രണ്ട്സും ചെടികൾ നനയ്ക്കുന്ന സീനായിട്ടാണ്. അപ്പോൾ അതിൽ ഷോർട്ട് 1 വരുന്നത് മീഡിയം ഷോട്ടാണ്. അപ്പോൾ ചിത്രങ്ങൾ നിങ്ങൾ വരയ്ക്കുക. മീഡിയം ഷോട്ടാണ് ആദ്യത്തെ വരുന്നത്. അതിൽ ശകുന്തള ആൻഡ് ഹർ ഫ്രണ്ട്സ് സ്റ്റാൻഡിങ് നിയർ എ സ്മോൾ ഗാർഡൻ. ദേ ആർ സ്മൈലിംഗ് ആൻഡ് ടോക്കിംഗ് ടു ഈച്ച് അതർ വൈൽ ഹോൾഡിംഗ് വാട്ടറിംഗ് ക്യാൻസ്. ട്രീസ് ആൻഡ് പ്ലാന്റ്സ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഷോ ഗ്രീനറി. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വളരെ ഗ്രീനറി ആയിട്ട് അത്രയും നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള എൻവയൺമെന്റ് ആണ്. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണം. എന്നിട്ട് ശകുന്തളയും ഫ്രണ്ട്സും ഒരു ഗാർഡന്റെ അടുത്ത് നിന്നിട്ട് വെള്ളം നനയ്ക്കുന്നതാണ് ഫസ്റ്റ് വരുന്നത്. അത് മീഡിയം ഷോട്ടാണ്. സെക്കൻഡ് സീൻ വരുന്നത്, സെക്കൻഡ് ഷോട്ട് വരുന്നത് ക്ലോസപ്പ് ഷോട്ടാണ്. ശകുന്തള bends slightly, watering a flowering plant carefully. Her friends are chatting and looking at the plants. Focus on her gentle expression and the falling water drops. അടുത്തത് ക്ലോസപ്പ് ഷോട്ടാണ്. അപ്പോൾ ശകുന്തള ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയാണ്. ഫ്രണ്ട്സ് മാറി നിന്നിട്ട് ചെടികളോട് സംസാരിക്കുന്നുണ്ട്. ശകുന്തള വെള്ളം ഒഴിക്കുകയും അതുപോലെ തന്നെ ആ വാട്ടർ ഡ്രോപ്സിന്റെയും ക്ലോസപ്പ് ഷോട്ടാണ് അടുത്തത് വരുന്നത്. നെക്സ്റ്റ് വൈറ്റ് ഷോട്ടാണ്, ലോങ് ഷോട്ടാണ്. ഷോട്ട് 3,
All friends are seen watering different plants and trees together. Birds or butterflies flutter around, showing a lively, peaceful garden atmosphere. Sunlight filters through the leaves. അപ്പം എല്ലാവരും വെള്ളം ഒഴിക്കുന്നുണ്ട്. അവിടെ ബേർഡ്സിനെയും ബട്ടർഫ്ലൈസിനെയും മൊത്തം ഒരു ഗ്രീനറി ഗാർഡൻ അറ്റ്മോസ്ഫിയർ ആണ് അവിടെ വരുന്നത്. ഇതുപോലെ നിങ്ങളും ഇവിടെ തന്നിരിക്കുന്ന സീൻസ് 3 ഷോർട്സ് ഒക്കെ ആയി ക്രിയേറ്റ് ചെയ്ത് വീഡിയോസ് ഷൂട്ട് ചെയ്ത് നോക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ശാകുന്തളം എന്ന ചാപ്റ്റർ കഴിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് മലയാളം എക്സ്പ്ലനേഷനും ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യൻസും ഒക്കെ കണ്ടു. ഇന്ന് നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റീസും കൂടി ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ചാപ്റ്റർ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.